ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടൊന്ന് നടക്കാൻ പോവാണ് കേട്ടോ. ഒരു 5 മണി 5:30 ആ ടൈമിലാണ് ഞാനും അമ്മയും അതുപോലെ ആദികുട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇതാ ഒരു ട്രാക്ടർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതൊരു ശീലമാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമല്ല, കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇനി മുതൽ ഒരു ഡയറ്റൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു നടത്തം ശീലമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ അവിടെ പാടത്ത് പണി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പറമ്പിൽ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ടൊന്ന് പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ വൈകിട്ടത്തുള്ള ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ എൻ്റെ നാടിനെ പൊക്കി പറയുമെന്നല്ല, ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. അതുപോലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും അതുപോലെ നല്ലൊരു കാറ്റും. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കധികം ചൂടൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടെ പറമ്പിലൊരു കിണറുണ്ട് കേട്ടോ. അതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് എത്തിച്ചു നോക്കിയത്. കുറേ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നടക്കുകയായി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായ കാരണം തന്നെ അതിൽ വെള്ളമൊന്നുമില്ല. വറ്റി വരണ്ട് കിടക്കുകയാണ്. കുറേ ചണ്ടി മാത്രം അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ നടന്നിട്ട് ആ കുളത്തിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ്. അതൊരു അമ്പലക്കുളം തന്നെയാണ് കേട്ടോ. ഈ അമ്പലത്തിലെ കുളമാണത്. അപ്പോൾ ഇത് അയ്യപ്പൻ്റെ അമ്പലമാണ്. പക്ഷെ മെയിനായിട്ട് ദക്ഷിണാമൂർത്തിക്കാണ് ഇവിടെ പ്രധാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പാടം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്ന് കുളമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കാണുന്ന പാടാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പാടങ്ങളുള്ള ഒരു നാട് കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ നാട്. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു അമ്പലം കൂടി ഉണ്ട്. അമ്പലത്തിലെ പൂരമാണ് ഞങ്ങളുടെ പൂരമൊക്കെ കേട്ടോ. അവിടെ അപ്പോൾ പണിയാണ്. അപ്പോൾ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു അമ്പലം കാണുമല്ലോ. ആ അമ്പലത്തിൻ്റെ ബാക്ക് വശം നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നടന്ന് ക്ഷീണിച്ചപ്പോൾ പിന്നെ അവിടെ ഇരുന്നു. ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചേച്ചിമാർ അങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ സംസാരിച്ചു നമ്മളോട്. അത് കഴിഞ്ഞിട്ട് അവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. എൻ്റെ കുറച്ച് കോപ്പറാട്ടങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുളം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോസാണ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോറി, ഫോട്ടോസ് അല്ല കേട്ടോ, വീഡിയോസാണ് എടുത്തത്. അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.